അന്നേ പറഞ്ഞതാ അവനെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത്. ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴേ അവളെ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അതൊന്നും അല്ലാന്നേ. വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനെയായ മുഷിയേണ്ടി വരും. അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ടും മുഷിയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അവനെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നതാ നല്ലത്. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം. ഇനി ഇവിടെ നിർത്തണ്ട. ശ്രീലക്ഷ്മി റേനിയോട് മിണ്ടാനൊന്നും പോവാറില്ല. ഓരോന്ന് പറഞ്ഞ് അവൻ അവിടെ പുറകെ നടക്കുന്നത്. ശരിയായിരിക്കാം. പെമ്പിള്ളാരുടെ മനസ്സല്ലേ, മാറിക്കൂടാന്നില്ലല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫെക്ഷനൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളാ സമാധാനം പറയേണ്ടത്. പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാ വീട്ടിൽ എന്ത് പറയും? അത് അവളോട് പറഞ്ഞാൽ മതി. പഠിക്കാനേ സൗകര്യം ഹോസ്റ്റലാണെന്ന് പറയാൻ. നീ കിടക്കാൻ നോക്ക്. ഷൈനി, ആ നീ ഇതെങ്ങോട്ടാ? ഞാനൊന്ന് വീട് വരെ പോവാ. അതിന് എത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായാലും വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ. ആ പിന്നെ എന്നാ, രാജേട്ടൻ ഭക്ഷണക്കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ. കാർത്തിയനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ? നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. റെനി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഓ അതൊന്നും സാരമില്ലെന്നേ. നീ എപ്പോഴാ മടങ്ങുന്നേ? 2 ദിവസത്തിനുള്ളിൽ എത്തും. കാർത്തിയനമ്മേ, കാർത്തിയനമ്മ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നാവോ? ഷൈനി, ഷൈനി, ഷൈനി. എന്താ പനെ? ഷൈനി എവിടെ? മോളി പോയിരിക്കുക. ആ ശ്രീദേവി വന്നോ? ഇല്ല, രാജു സാറുണ്ടല്ലോ. ആ ശരി. ആ അവളെ ഇനി വിളിക്ക്. ആ വിളിക്കാം. കണ്ടില്ല. കാപ്പി മുഴുവൻ സാരിയിലായി ഷൈനി. ഞാനത് അറിയാതെ. സാരില്ല. അല്ല, ചൂട് കാപ്പിയായിരുന്നു. സോറി. ഷർട്ടിലൊക്കെ സാരല്ല. ഷർട്ട് മാറ്റിക്കോളൂ. കുഴപ്പമില്ല. ഞാൻ കണ്ടില്ല. ഒരു കാപ്പി എടുക്ക്. അവളെന്തി? എങ്ങനെ വരാനാ? എന്ത് പറ്റി? പറ്റാതെ സൂക്ഷിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല. രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്നാ? ഞാൻ മോളിൽ കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും. എന്റെ കർത്താവെ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളെയും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനൊന്ന് നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്. ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. റോയിച്ചിനെത് എപ്പോ വന്നു? എന്നെന്താ വിളിക്കാഞ്ഞേ? റോയിച്ചിനെ തന്നെ വല്ലാതിരിക്കുന്നേ? സുഖല്ലേ? നിന്റെ സാരിയിൽ എന്ത് പറ്റി? അയ്യോ അതല്ലേ രസം. കാർത്തിയാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷ് ആയി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതിനിവിടെ കത്രീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാൽ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി റോയിച്ചിന്? കാപ്പി അവിടെ വെച്ചേ. അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോയിച്ചനല്ലേ? എഴുന്നേക്ക്. ഇതാ. അതെ റോയിച്ച, ആ കാർത്തിയാണിയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിനെ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്തിയാനിയമ്മയില്ലേ, അവരുണ്ടാക്കി കൊടുത്തോളൂ. എന്നാ വാ നമുക്ക് കഴിക്കാം.
എനിക്ക് വേണ്ട. എന്നാ പറ്റി റോയിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ട. ചുമ്മാരി. പച്ചക്കറി 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 വേണ്ടേ? പച്ചക്കറി വേണ്ടേ? വേണ്ടടോ. അതിനെ വേണ്ടാത്ത. തന്നോട് മേടിച്ചാലേ 2 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ 2 സെന്റ് സ്ഥലം ചെയ്താ? പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. അതങ്ങ് പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാട്ട് മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കണ വർത്താനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയും. എടോ, ഇവിടുത്തെ സാറുമാർ തമ്മിൽ എങ്ങനെ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ഒരുമിച്ച് ശാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവര് തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോടൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും. പറ. പൂക്കരത്തിന് പറഞ്ഞാലുണ്ടല്ലോ. താൻ മറക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോളത്തെ അമ്മച്ചയും മോളത്തെ സാറ് താഴത്തെ അമ്മച്ചയും കാറെ കൊണ്ടുവന്നു. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സാഹിബ്മാരെ കൂട്ടല്ലേ ജീവിക്കുന്നത്. താനൊന്നും വല്ലതും വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇടൂ, ഞാൻ പറയുന്നതല്ല, ഈ കോളനിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിച്ചാൽ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, ചേന, മുന്തിരിങ്ങ. മണി 11 എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുകുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ, കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളിൽ കൊണ്ടുപോയി കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. എന്നെ റോയിച്ചത് ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ എന്നായിട്ടാ റോയിച്ചത് എന്നോട് ഈ ദേഷ്യം? ശ്രീദേവി, ശ്രീദേവി. ഞാൻ വിചാരിച്ചു രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ? ചെറുതായിട്ട്. അയ്യോ, ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. കൃഷ്ണ, താൻ എവിടെ പോയി കിടക്കായിരുന്നു? താങ്കൾ അതാ പറയരുത്. ഓ പറ്റേ. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്തെന്ന് പറ. സാർ ഇന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന് സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും?
സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? കാര്യം എന്നാന്ന് പറയാതെ പോകണ്ട. എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോഹിച്ച എന്തൊക്കെയാ പറയുന്നേ? റോഹിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോഹിച്ച 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 ഷൈനി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനും എന്തെങ്കിലും? എന്നാന്നറിയില്ല. 2 ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഹേയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നും അല്ല. റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പിണങ്ങാൻ പോകുന്നത്? ഇത്ര തെല്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ. രാജേട്ട് എന്താ എത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോൾ ഒരു ഫോണൊന്നും ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്? ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നെന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാൽ അവളെവിടാ? പോയി വിളിച്ചോളെ. നീ പോണ്ട, കാർത്തേനമ്മ വിട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവള് വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിട്ട് വാ. എന്തോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. കരയല്ലേ, നമുക്ക് നിന്റെ ആന്റി കിടത്തേ. ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി, ഷൈനി, റോയ്ച്ചൻ എവിടെ പോയി? എന്ന് ഇന്നലെ രാത്രി കാർത്തികനിയമാവെന്ന് മോളെ എടുത്തതിന് റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാഞ്ഞിട്ടാ എന്നോട് മുകളിലേക്ക് വരരുതെന്ന് റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയിച്ചൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനിന്ന് റോയിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനിതൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ? ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം.
ഒന്ന് പതുക്കെ പറ റോയിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാനും വെച്ചിരിക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോയിച്ചിന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ മോളി പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന് നിലയ്ക്കാം, അല്ല റോയിച്ചൻ പറഞ്ഞ തരത്തിലല്ല. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോയിച്ചിന്റെ മനസ്സ് മുഴുവൻ കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോയിച്ചന് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ മനസ്സ് മുഴുവൻ റോയിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോയിച്ചൻ എന്നോട്. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോയിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോയിച്ചൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. റോയിച്ച, നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല.